ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെമ്മീനാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണ്ടേ? നമുക്ക് പിന്നെ എന്തെങ്കിലും പരീക്ഷണം എന്തായാലും വേണം. നമ്മുടെ പരീക്ഷണശാലയാണ് നമ്മളെ കിച്ചൺ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ പോലെ അങ്ങനെ വന്നു, അതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ ഇതേ കഴുകി ഫ്രഷായി എന്താ ക്ലീൻ ആക്കിയിട്ട്, സോറി കേട്ടോ, കുറച്ചൊക്കെ തെറ്റിങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലോട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ മീറ്റ് മസാല അങ്ങനെ അതും. അതിനുശേഷം നമ്മളിത് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എൻ്റെ എനിക്ക് എപ്പോഴും പറ്റാവുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കുറഞ്ഞു പോകാറാണ് പതിവ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന ശേഷം പിന്നെ ഉപ്പ് നോക്കി അവന് സെറ്റാക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിലോട്ട് അങ്ങനെ പിടിക്കട്ടെ, നല്ല പോലെ പിടിക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ മീനിട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മളെ മീൻ നമ്മുടെ മസാലയിൽ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ എത്ര നന്നാക്കിയാലെന്നല്ല, സോറി, ചെമ്മീൻ വേടിച്ചാൽ നന്നാക്കുമ്പോഴും എങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുത്തിക്കൊണ്ടിരിക്കണ ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്മീൻ അല്ലേ. ഞാൻ പിന്നെ തല കളയാതെയാണ് ഞാൻ എടുക്കാറ്. ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യാറ്. തല ഞാനാണ് കേട്ടോ കഴിക്കുക. ഇവിടെ അങ്ങനെ കഴിക്കില്ല. എനിക്കിഷ്ടമാണ് ചെമ്മീൻ്റെ തല പൊരിച്ചത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പൊരിച്ചിട്ടാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ എന്തായാലും ആ തല കളയണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനതിൽ തലയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഭാഗം, മുള്ളുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മീൻ നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്താ, നമുക്ക് മസാലോട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം നമ്മളിത് ചതക്കാനാണ്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചതക്കലാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഇവരെ ഇടിച്ചിടിച്ചൊരു പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ഉണ്ട്, അതുപോലെ നമ്മളെ സവോള നമ്മൾ കുഞ്ഞിതാക്കി അരിഞ്ഞ് വെച്ചാൽ നമ്മൾ സവോള, പിന്നെ നമുക്കിത് പച്ചമുളകിനെ നമുക്ക് നടുകീരെടുത്ത് 2-3 പച്ചമുളക്, അതുപോലെ 3 സവോള, 2 തക്കാളി, വലിയ തക്കാളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചും പച്ചമുളക് നമ്മൾ ഇടിച്ചൊരു ഇതാക്കിയത്. അനി നമുക്ക് എന്താ, നമ്മൾ പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മളെന്താ നമ്മുടെ മീൻകുട്ടന്മാരെ നമ്മൾ സുന്ദരന്മാരാക്കിയിട്ട് നമ്മൾ കായമ്പട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിത് നമ്മുടെ ഈ വെളിച്ചെണ്ണയിലോട്ട് ഒഴിക്കട്ടെ. നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഓയിലിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് എന്തും വെളിച്ചെണ്ണയിൽ ചെയ്താലാണ്. എനിക്കിഷ്ടം വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാനാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ അധികം ഓയിൽ യൂസ് ചെയ്യാറില്ല. ഞാൻ വെളിച്ചെണ്ണയാണ് മിക്ക സാധനങ്ങൾക്കും ഞാൻ യൂസ് ചെയ്യാറ്. അതാണ് ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ചെമ്മീൻ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ലപോലെ നമ്മൾ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒന്ന് വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് അപ്പുറപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെന്നുള്ളൊരു പേരിനുള്ള രീതിയിലാക്കി എടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമ്മൾ നമ്മുടെ മസാല പരിപാടിയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. ഇനിയാണ് നമ്മുടെ അംഗം മക്കളെ നമ്മളെ പരിപാടിയോട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ച പാനിലാണ് നമ്മൾ വെളിച്ചെണ്ണ കുറച്ചും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല വെച്ചിട്ടുള്ളത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇവർ ഈ കളറൊക്കെ ഒന്ന് മാറണ വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല മൂത്ത് കിട്ടണം കേട്ടോ നമുക്ക് ഇവരൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമായിരുന്നു, പിന്നെ ഞാൻ വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇവരെ കളർ മാറ്റിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു പരുവത്തിൽ ആയിക്കിട്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിക്കുട്ടന്മാരെ. അപ്പോൾ നമ്മൾ ഈ ഒരു കളറൊക്കെ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഇടുന്നതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ഇടാൻ പോകുന്ന മീറ്റ് മസാലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് പിന്നെ നമുക്ക് അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക, മല്ലിപ്പൊടി ഇട്ട് വേണം. പിന്നെ ഞാനൊരു മിനിറ്റ് മറന്നുപോയി, കാശ്മീരി പൗഡറിൻ്റെ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ മീറ്റ് മസാല പൗഡറുമാണ് ഞാൻ മറ്റേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലപോലെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഞാൻ അതിലിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ, അത് നമുക്കൊരു സൈഡിലിട്ടിട്ട് നമുക്ക് വരെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അതിടാൻ മറന്നുപോയത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പൗഡേഴ്സൊക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ അത് ഇട്ടിട്ടൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് വിട്ടുപോയതാണ് ഗൈസ്. അപ്പം ഞാൻ എന്താ പറയുക, അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അതിലിട്ടിട്ട് മൂപ്പിക്കണം. ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ഗൈസ്, സോറി, ക്ഷമിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലോ ഫ്ലെയിം ആക്കാൻ ശ്രദ്ധിക്കുക.
ഫ്ലെയിമിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തൊരു സാധനം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ്. ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി, പക്ഷെ എന്താ പറയുക പറ്റിയില്ല. കാരണം ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കണത്, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അടുപ്പത്ത് വെച്ചുണ്ടാക്കാൻ. അതായിരുന്നു എൻ്റെ പ്ലാൻ, അതായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ നമുക്ക് എന്തായാലും വേണ്ടിയില്ല, അപ്പം നമുക്ക് തൽക്കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലേ. ഇനി നമുക്കിതിൽ നമ്മുടെ തക്കാളിമാരെ നമ്മളിതിലിട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അത് നമുക്കിതിലിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് എന്താ മിക്സിങ് അത് തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തക്കാളി കുട്ടന്മാരൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ നല്ല ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വരെ മൂടി വയ്ക്കണം. മൂടി വെക്കല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെയൊക്കെ ഇളക്കി കൊടുത്താൽ നമുക്ക് നമ്മുടെ തക്കാളി കുട്ടന്മാരെല്ലാം നമുക്ക് ഉടഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് ഗൈസ് നമ്മൾ മസാലയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടാണ്. നമുക്ക് നമ്മളെ പൊരിച്ചിട്ട് മാറ്റി വെച്ച് നമ്മളെ ചെമ്മീനുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചെമ്മീനിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലോ നമ്മളെ മസാലയിൽ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക കറി മസാലയുടെ പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ വാഴയില ഉണ്ടായിട്ട് വെച്ച് കൊടുക്കാം. 2 വാഴയില വാട്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ചെമ്മീൻ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇതാണ് എന്താ പറയുക ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെതായ ടേസ്റ്റും കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വാഴയിലോട്ട് നമ്മുടെ ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എന്താ വാഴയില നല്ല അങ്ങനെ നമ്മുടെ വാഴയില നല്ലപോലെ വാട്ടിയിട്ട് വേണം കേട്ടോ നമ്മളിതൊക്കെ ഇതിലിടാൻ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടത്തുമില്ല, ഒക്കെ പൊട്ടി 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 അങ്ങനെ പോകും, വാഴയില നമുക്ക് കീറിപ്പോവും. അപ്പോൾ നമ്മൾ നല്ലപോലെ വാട്ടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പുതിനയുടെ ഇലയും മല്ലിച്ചപ്പിൻ്റെ ഇലയും അതുപോലെ നമ്മുടെ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമുക്കിനി വേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, ഞാൻ വെറുതെ പറയാം, എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഇട്ട് വേണ്ടി നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടുണ്ട്, പുതിനയും മല്ലിച്ചപ്പും ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക നല്ല ചൂടുണ്ട് കേട്ടോ, നമ്മൾ മീൻ അങ്ങനെ നമ്മൾ അതിൽ ഇടല ചെയ്തിട്ടുള്ളത്. ഇനി ഈ കിഴി കെട്ടണ സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ ഉമ്മ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്തൊക്കാൻ അതുപോലെ ആയി കിട്ടാനുള്ള കുറച്ച് കഷ്ടപ്പാടിലാണ്. അതുപോലെ എന്തായാലും നമുക്ക് ആക്കിയെടുക്കണമല്ലോ. നമ്മൾ അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ആക്കിയെടുക്കണമല്ലോ. അപ്പം ഞാനാണെങ്കിൽ ആകെ ഒരു വാഴയില ഞാൻ മുറിച്ചിട്ട് തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നത്. തറവാട്ടിൽ ഞങ്ങൾ അവിടെ അടുത്ത് നമ്മുടെ വാഴയില ഇവിടെ വീട്ടിലില്ല. അപ്പോൾ ഞങ്ങളിത് വാഴയിലയിൽ നിന്ന് എന്താ പരീക്ഷണം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഇതില്ല. കുറച്ച് കഷ്ടപ്പെട്ട് വാഴ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിഴിയാക്കി കിട്ടണമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞത്. അറിയണവർക്ക് ഇതൊക്കെ ഭയങ്കര വളരെ ഈസി ആയിരിക്കും. കാരണം കിഴി കെട്ടാൻ ഞാൻ ഇതുവരെ ഞാൻ കെട്ടി നോക്കിയിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഉമ്മ ഒക്കെ ഇങ്ങനെ വീട്ടിൽ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു പരീക്ഷണം. ഉമ്മ ചിക്കനൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കഷ്ടപ്പാടിലാണ്. പക്ഷെ ഞാനിതാക്കി എടുക്കും ഗൈസ്. കാരണം ഞാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ എനിക്കത് നടത്തിയെടുക്കണം. അങ്ങനെ ഒരു കാര്യം എനിക്കുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ എനിക്ക് അത് അപ്പം തന്നെ നടക്കണം. അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ. അപ്പോഴല്ലെങ്കിൽ എപ്പോഴേലൊക്കെ നടത്തിയെടുക്കണം, ആ ഒരു മൈൻഡാട്ടോ എനിക്ക്. അപ്പം ഇതെന്തായാലും ഞാനൊന്ന് വിചാരിച്ച കാര്യം തന്നെ ചെമ്മീൻ കിട്ടിയപ്പോൾ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയെടുക്കണം, ചെയ്തെടുക്കണം എന്ന് ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും എനിക്ക് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, വാടല മുറിഞ്ഞു പോയാലും വേണ്ടിയില്ല, ഞാൻ വേറെ എവിടുന്നേലും ഒപ്പിക്കും, എന്നാലും വീട്ടില്ല എനിക്കിത് കിഴി കെട്ടിയേ പറ്റൂ ഗൈസ്. അങ്ങനെ ഞാൻ ക്യാമറ കോപ്പ് ചെയ്തിട്ട് കുറേ നേരത്തിൻ്റെ ഉള്ളിൽ കഷ്ടപ്പാടിനിടയ്ക്ക് ഞാനിത് സെറ്റാക്കിയെടുത്തു ഗൈസ്. കണ്ടു നോക്കൂ നിങ്ങൾ, ഞാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് നോക്കൂ. ഒരു വാഴല കെട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കെട്ടലും കിഴി ആക്കലും ഒക്കെ നമുക്ക് ആയി കിട്ടി ഗൈസ്. ഇനി നമുക്കിത് അടുത്ത വെള്ളം വെച്ചാൽ നമുക്ക് എങ്ങനെ അത് പോയാലോ എന്നുള്ളത് എന്തായാലും ഒരു പകുതി കൂടി ആയാലുണ്ടല്ലോ. അപ്പം നമുക്ക് ആ ഒരു ഭാഗം കൂടി എടുത്തിട്ട് നമുക്കത് കെട്ടി വെക്കാം. അല്ലെങ്കിൽ നമുക്കതെങ്ങാനും വീണ് പോവുക എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പൊട്ട് എന്തെങ്കിലുമൊക്കെ ആയാലോ. അപ്പം നമ്മളിത് ആ ഒരു ഇലയും കൂടി നമ്മൾ വലിച്ച് മുറുക്കി പിടിച്ച് കെട്ടിയിട്ട് ഇതേ വാഴയിലയിൽ നമ്മളെ ചെമ്മീൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇതിങ്ങനെ ആയിക്കിട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ. കാരണം അത്രയും നേരം ഞാൻ ഇങ്ങനെ ഒന്ന് ആയിക്കിട്ടാൻ ഞാൻ കഷ്ടപ്പെട്ടു ഗൈസ്. ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ടാണ്. ഇനി എങ്ങനെ ശീലമായിക്കോളും ഇനി ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മളിത് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നല്ല. നമ്മൾ എന്നിട്ടാ മൺചട്ടി ഉണ്ടല്ലോ, അതിൽ അടുപ്പത്ത് കണലിൽ വെച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാനായിരുന്നു ഞാൻ വിചാരിച്ചതൊക്കെ. പക്ഷെ അത് നടന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയെന്ന് നിങ്ങൾ ചെയ്തോ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കാം. അങ്ങനെ നമ്മൾ പൊറാട്ടി നമ്മുടെ കിഴിച്ചെമ്മീൻ, എന്താ പേര് വിളിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോട്ടോ. ഞാനിപ്പോൾ കിഴിച്ചെമ്മീൻ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പം അത് നമുക്കിതിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി അത് നമുക്കത് നമ്മുടെ എന്താ പറയുക എല്ലേന്ന് നമുക്കത് മാറ്റണ്ടേ. അപ്പം നമുക്കത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. അപ്പം നമ്മുടെ ഇലയിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന് എന്ത് പേരിടും ഗൈസ് നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനിതിനെന്തായാലും കിഴിച്ചെമ്മീൻ എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ എന്തായാലും പറയണേ. അങ്ങനെ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഗൈസ്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരുന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഞാനിത് എന്താ പറയുക പൊറോട്ടയും കൊണ്ട് ഉണ്ടല്ലോ, നമുക്ക് ചോറിനെങ്കാട്ടും ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലേക്ക്. പൊറോട്ടയോ ചപ്പാത്തിയോ ഇടിയപ്പോ എന്താ പറയുക പത്തിരിയോ അങ്ങനെ വല്ലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലേക്ക്. അപ്പം നമ്മൾ ഒരു പൊറോട്ട നമുക്ക് അതിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പൊട്ടിച്ചിട്ട് നമുക്ക് കഴിച്ചേക്കിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും പറയണ്ടേ. അപ്പോൾ എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാൻ വെറുതെ പറയുന്നതല്ല, ഇക്കാക്കും ഒരുപാട് ഇഷ്ടമായി, എനിക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം എൻ്റെ പരീക്ഷണം എന്തായാലും എന്താ പറയുക എന്തായാലും വിജയിച്ചു ഗൈസ്. എനിക്ക് ഒരുപാട് സന്തോഷമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ചെയ്യണം. ചെമ്മീൻ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും റെഡി ആക്കി നോക്കാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.